ഹായ് പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയിൽ സീറോ മലബാർ സഭയുടെ കാറ്റക്കിസം 12ാം ക്ലാസ്സിൽ ഖുർആൻ അക്ഷരം പ്രതിയും പൂർണ്ണമായും അനുസരിക്കണമെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നത് സൂചിപ്പിച്ചുകൊണ്ട് പുസ്തകത്തിൻ്റെ വ്യക്തമായ തെളിവുകൾ, പേജുകൾ, ഫോട്ടോയും കൊടുത്ത് ആ വരികൾ വായിച്ചു കേൾപ്പിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നുവെങ്കിലും ആ വീഡിയോ അവതരിപ്പിച്ചതിൽ എനിക്ക് ചില തെറ്റുകൾ, പിശകുകൾ പറ്റിയത് സൂചിപ്പിക്കാനും അതിനെതിരെ വന്ന ചില കമൻറ്റുകൾക്ക് മറുപടി പറയാനുമാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയപ്പോൾ ആ പുസ്തകം കാണിച്ച് ആ പുസ്തകത്തിലെ വരികൾ ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞതോടൊപ്പം പിന്നീട് പലരും പരാതിപ്പെട്ടിട്ട് അത് തിരുത്തിയെന്നും തെറ്റുപഠിപ്പിക്കുന്ന പഴയ പുസ്തകം തന്നെ അത് സ്റ്റോക്ക് തീരുന്നതുവരെ ചിലയിടത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പുസ്തകം പരിശോധിച്ചാൽ ചിലയിടങ്ങളിൽ ആ ടെക്സ്റ്റ് ആയിരിക്കില്ല, എന്നാൽ മറ്റു രൂപതകളിൽ ഈ ടെക്സ്റ്റ് ആയിരിക്കാം സാധ്യതയുണ്ടെന്നും ഞാൻ പറഞ്ഞില്ല. അതൊരു പ്രധാന അപാകതയായിപ്പോയി. വീഡിയോ 5 മിനിറ്റ് കണ്ടവിടെ മുഴുവൻ കാണാൻ നിൽക്കാതെ പെട്ടെന്ന് പുസ്തകം തപ്പിയെടുത്തിട്ട് ആ പുസ്തകത്തിൽ അങ്ങനെ അധ്യായം പോലും ഇല്ല, ഞാൻ എന്തോ കൃത്രിമമായ ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ട് സഭയെ ആക്ഷേപിക്കാൻ വേണ്ടിയാണെന്ന് ആരോപിച്ചവർ. ഇങ്ങനെയൊക്കെ ഞാൻ ആക്ഷേപിക്കപ്പെടാൻ ഇടയാക്കിയത് ആ വീഡിയോ ചെയ്തപ്പോൾ ആദ്യമേ ഞാൻ പറയേണ്ട പോയിന്റുകൾ എല്ലാം യഥാസമയം പറയാഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. മറ്റൊരു പോയിന്റാണ്, 3 വർഷം മുമ്പ് സഭയിൽ ഒത്തിരി കോലാഹലം ഉണ്ടാക്കിയൊരു വിഷയമാണിത്. ആ പുസ്തകം തിരുത്തിയ ശേഷം പുതിയത് ഇറങ്ങിയിട്ടുണ്ടെന്നും ആ പേജുകൾ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് എന്നൊരു പോയിന്റ് കൂടി ഞാൻ ആദ്യം പറഞ്ഞില്ല. അതുകൊണ്ട് കഴിഞ്ഞ കാര്യമൊക്കെ എന്തിനു കുത്തിപ്പൊക്കി സഭയെ നാറ്റിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ സഭാവിരുദ്ധനെന്ന് ചാപ്പയടിച്ച ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ഈ കമൻറ്റുകളിൽ ഏറെ എന്നെ വേദനിപ്പിച്ചത് റിയാക്ട് B3U എന്നൊരു ഐഡിയിൽ നിന്നും ഇട്ടൊരു കമൻറ്റാണ്. പുതിയ എഡിഷൻ്റെ ഫ്രണ്ട് പേജ് കാണിച്ചിട്ട് വേറെ ഏതോ പുസ്തകത്തെപ്പറ്റി പറയുന്നു എന്ന്, അത് വായിത്തു എന്ന് വിളിച്ച് പറയുന്നു എന്ന്. പുതിയ എഡിഷൻ്റെ എന്ന് പറയുമ്പോൾ പഴയ എഡിഷൻ ഉണ്ടെന്നൊക്കെ അറിയാമല്ലോ, അറിഞ്ഞുകൊണ്ട് തന്നെ ആക്ഷേപിക്കുന്നതല്ലേ ഇത്. വേറെ ഏതോ പുസ്തകത്തെക്കുറിച്ച് ആക്ഷേപിച്ച് പറയുന്നു. നിങ്ങൾ നോക്ക്, എന്തെങ്കിലും കൃത്രിമത്വം ഉണ്ടോ നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇതാ എട്ടാമത്തെ കത്തോലിക്ക സഭയും ഇതര ക്രൈസ്തവ സഭകളും 8ാമത്തെ അധ്യായം. ഇവിടെ മുതൽ നമുക്ക് ഓരോ പേജുകൾ മറിച്ച് പോകാം. അടുത്ത പേജ്, ഇനി അടുത്ത പേജ് എടുത്തു. അധ്യായം 9 സഭയും ലോക മതങ്ങളും. ഇതിൻ്റെ അടുത്ത പേജ് നമുക്കിങ്ങനെ മറിക്കാം. ഇതാ വിവിധ മതങ്ങളെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അടുത്ത പേജ്, ഈ 68ാമത്തെ പേജിൽ അടിവശത്താണ് നമ്മുടെ പ്രധാന വിഷയമായിരിക്കുന്നത്, ഇസ്ലാം മതത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇനി 69ാമത്തെ പേജിലേക്ക് വരാം. ഈ 2 പാരഗ്രാഫിൽ ആദ്യത്തെ പാരഗ്രാഫിൽ 9 വരിയാണ്. കൃത്രിമൊന്നുമില്ലല്ലോ, നോക്കിക്കോളൂ. ദൈവത്തെ അവർ അള്ളാഹു എന്ന് വിളിക്കുന്നു, മറ്റൊരു ആരാധനാപാത്രമാണെന്നൊന്നുമല്ല. അവരുടെ ആരാധനാമൂർത്തി അള്ളാഹു ആണെന്നല്ല, നമ്മുടെ ദൈവത്തെ അവർ അങ്ങനെ വിളിക്കുന്നുവെന്ന്. അള്ളാഹു സകലത്തിൻ്റെ സൃഷ്ടാവും വിധികർത്താവുമാണ് എന്ന് അവർ പറയുന്നു എന്നല്ല, ഉറപ്പിച്ച് പറയാണ് ഇവിടെ. അള്ളാഹു ഏകനും സർവശക്തനും പരമകാരുണികനുമാണ്, ഇസ്ലാം വാദമെന്നല്ല, അതിവിടെ ഉറപ്പിച്ച് പറയുകയാണ്. അള്ളാഹുവിൽ നിന്ന് മനുഷ്യനിലേക്ക് സന്ദേശങ്ങൾ കൈമാറിയിരുന്നവരാണ് പ്രവാചകന്മാർ. അതായത് പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ പഴയ നിയമ പ്രവാചകന്മാരെയൊക്കെ ഈ 12ാം ക്ലാസ് പിള്ളേർക്ക് അറിയാം. ആ പ്രവാചകന്മാരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അള്ളാഹുവിൽ നിന്നും സന്ദേശങ്ങൾ കൈമാറിയിരുന്നവരാണ് പ്രവാചകന്മാരെന്ന്. തുടർന്ന് പറയുന്നുണ്ട് ഈ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനി ആരാണെന്ന്. ഇവരിൽ ഏറ്റവും പ്രധാനിയും അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിക്ക് ദൈവം നേരിട്ട് നൽകിയ സന്ദേശങ്ങളാണ് ഖുർആനിലുള്ളത്. ഏത് ദൈവം? നമ്മുടെ പിതാവായ ദൈവമെന്ന് വ്യക്തമാക്കുന്ന രീതിയിലല്ല എഴുതിയിരിക്കുന്നത്. അടുത്ത വരിയിലാണ് സൺഡേ സ്കൂൾ കുട്ടികൾ രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി എഴുതിയിരിക്കുന്നത്. അതിനാൽ ഖുർആൻ പൂർണ്ണമായും അക്ഷരം പ്രതി അനുസരിക്കാൻ മനുഷ്യർ കടപ്പെട്ടിരിക്കുന്നു. അത് പൂർണ്ണമായും അക്ഷരം പ്രതി അനുസരിക്കാൻ ഇസ്ലാം വിശ്വാസികൾ കടപ്പെട്ടിരിക്കുന്നു എന്നല്ല, മനുഷ്യർ കടപ്പെട്ടിരിക്കുന്നു. അതായത് ഈ പഠിക്കുന്ന 12ാം ക്ലാസ്സിലെ കുട്ടികൾ, ക്രൈസ്തവ വിശ്വാസികൾ എല്ലാവരും കടപ്പെട്ടിരിക്കുന്നുവെന്ന് കട്ടായമായിട്ട് പറയുകയാണ്. കടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ പഠിപ്പിക്കുന്നുവെന്നുണ്ടോ? ഇല്ല, അങ്ങനെ എഴുതിയിട്ടില്ല. ഒരാൾ ഇസ്ലാം ആയിരിക്കുവാനും സ്വർഗ്ഗപ്രാപ്തി നേടുവാനും പ്രധാനമായി 5 മതധർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിൻ്റെ പഞ്ചസ്തൂപങ്ങൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. തുടർന്ന് 5 നേരവും നിസ്കാരവും സക്കാത്തും ഹജ്ജൊക്കെ ഉൾപ്പെടെ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ അനേകർ വളരെ ഗൗരവമായി എടുത്തു. 10,000-ലേറെ വ്യൂവേഴ്സ് കിട്ടി. അതിൽ 4,000-ഓളം പേര് ഈ വീഡിയോ ഷെയർ ചെയ്തതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പ്രസക്തമായ ചില കമൻറ്റുകൾ ഒന്ന് വായിക്കാം. അനിൽ മാനുവൽ എഴുതുന്നു, സുഹൃത്തെ, ഈ പുസ്തകം ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല, പുതിയ പുസ്തകം നിലവിൽ വന്നു. കണ്ടോ, ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല, പുതിയത് നിലവിൽ വന്നു എന്നെഴുതുന്നു. കറക്റ്റ് ഇൻഫർമേഷനാണ്, തെറ്റൊന്നുമില്ല. പക്ഷേ തെറ്റ് 15 കൊല്ലം പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് ഈ അധ്യാപകൻ അന്ന് പ്രതികരിച്ചോ? വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നവരല്ല ഇന്നത്തെ വിശ്വാസ പരിശീലകർ. എത്രയോ ദുഃഖകരമായ സത്യമാണത്. ഒരു ജോണി മാത്യു എഴുതുന്നു, ഇദ്ദേഹം പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണ്. പഴയ പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് സാമ്പത്തിക ലാഭത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. അടുത്തൊരു കമൻറ്റ്, മേരിമാത ആത്മീയ ചിന്തകൾ. കമൻറ്റ് ഇടുന്നവരെ, ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കുക. 12ാം ക്ലാസ്സിലെ വേദപാഠ പുസ്തകം യാതൊരു പ്രാധാന്യവും ഇസ്ലാം മതത്തിന് അതിൽ കൊടുത്തിട്ടില്ല. വീഡിയോ മുഴുവൻ കാണുന്നില്ല. അത് തിരുത്തിയ പുസ്തകമാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് അത് വിചാരിച്ച് കമൻറ്റ് ഇടുക. ചിലർ കാര്യമെല്ലാം അറിഞ്ഞാലും ബോധപൂർവ്വം സഭയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ തെറ്റിനെ കൂട്ടുന്നത് കൊണ്ട് സഭാസ്നേഹമാണോ അത്? അതൊന്നും വിശ്വസ്തതയല്ല.
നിരവധി മതാധ്യാപകരും പലരും ഇതുപോലെ അയച്ചിട്ടുണ്ട്. എത്രയോ കടുത്ത അടിമത്തമാണ് അവർക്ക്. ഒരു പുസ്തകം ഇറക്കി പെട്ടെന്ന് 6 മാസം കൊണ്ട് തിരുത്തിയതല്ല. 15 കൊല്ലത്തോളം വിശ്വാസികളെ ഒത്തിരി പേരെ വഴിതെറ്റിച്ച നമ്മുടെ അനേകം പെൺകുട്ടികളെ ഇസ്ലാം തൊഴുത്തിൽ കൊണ്ട് കെട്ടിയത്, ഇനി പോയിട്ടില്ലെങ്കിൽ കൂടിയും ഒരു തലമുറയെ മുഴുവനും വിശ്വാസപരമായും വഴിതെറ്റിച്ച പുസ്തകം. അത് തിരുത്തി കഴിഞ്ഞിട്ടും അത് തുടർന്ന് പിന്നെ പഠിപ്പിക്കുന്നു എന്നറിയുമ്പോഴുള്ള ആകുലത മനസ്സിലാക്കാതെ അതിനെ ന്യായീകരിച്ചുകൊണ്ട്, തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് കമൻ്റ് ഇടുക എന്ന് വെച്ചാൽ ഒന്നാലോചിച്ചേ. ഏതെങ്കിലും മെത്രാനോ അച്ഛനെതിരെ ഒരു പെണ്ണ് കേസ് വന്നാൽ ആ പെണ്ണിനെ അച്ഛൻ ഉപേക്ഷിച്ചതല്ലേ, ഇപ്പോൾ ആ ബന്ധമില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? തെറ്റല്ലാതാകുമോ? ഇതാ മറ്റൊരു കമൻറ്റ് വായിക്കാം. ഡഫോഡിൽസ്: ഞാനൊരു സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. ഇതുവരെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ആരും കാര്യമന്വേഷിക്കുന്നില്ല. ആനവൻ കാണാത്തതൊന്നും ഭൂമിയിലില്ല എന്ന ധാരണയിൽ കമൻ്റ് ഇടുകയും എന്നെ തെറ്റുകാരനാക്കുകയും ചെയ്യുകയാണ്. ഒരാൾ ന്യായീകരിച്ച് കമൻ്റ് ഇട്ടിരിക്കുകയാണ്. അധ്യാപന രീതി അറിയാഞ്ഞിട്ടാണ്, ഒരപാകതയുമില്ല, അവരെന്ത് പഠിപ്പിക്കുന്നു എന്ന് അവതരിപ്പിച്ചതാണ്. തെറ്റല്ലെങ്കിൽ എന്തിനാ തെറ്റ് തിരുത്തി? 9-ാം അധ്യായത്തിൽ നിരവധി മതങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പാരഗ്രാഫുകൾ ഒന്നും തിരുത്താതെ ഇസ്ലാമിനെക്കുറിച്ച് എഴുതിയ പാരഗ്രാഫ് മാത്രം തിരുത്തൽ വരുത്തിയെങ്കിൽ തെറ്റായിരുന്നു എന്ന് സമ്മതിക്കൽ കൂടിയല്ലേ അത്? എന്നിട്ടും ചില അടിമത്തമുള്ളവർ അടിമത്തം തെളിവാക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുക എന്ന് വെച്ചാൽ, ഞാൻ മാത്രമല്ല നിരവധി രക്ഷിതാക്കൾ പരാതി കൊടുക്കുകയും സൺഡേ സ്കൂളിൽ ഈ പുസ്തകം വാങ്ങില്ല എന്ന് പറയുകയും കുട്ടിയെ പുറത്താക്കാൻ സ്ഥിതി ഉണ്ടായപ്പോൾ വാങ്ങേണ്ടി വരികയും ചെയ്തതും എത്രയേറെ മെത്രാന്മാരെ കണ്ട് ഇതിനെതിരെ നീക്കങ്ങൾ നടത്തുകയും ചെയ്ത എത്രയോ മാതാപിതാക്കളുണ്ട്. എന്നിട്ട് കമൻറ്റുകളിൽ നിരവധി പേര് അച്ഛന്മാരെയും മെത്രാന്മാരെയും സഭയെ മൊത്തത്തിൽ ആക്ഷേപിച്ച കമൻ്റ് ഇട്ടു. ഞാൻ അതൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ കാടടിച്ച് വെടിവെക്കരുത്, മൊത്തത്തിൽ സഭയെ ആക്ഷേപിക്കരുത്, എല്ലാ മെത്രാന്മാരും മോശക്കാരല്ല, നല്ല അച്ഛന്മാരും നല്ല മെത്രാന്മാരും എത്രയോ ഉണ്ട്, എനിക്ക് അടുത്തറിയാവുന്നവരുണ്ട്. 12ാം ക്ലാസ്സിൽ എൻ്റെ മകൻ കാറ്റഗിസം പഠിച്ച സമയത്ത് 7 കൊല്ലം മുമ്പ് ഞാനിത് അറിഞ്ഞതാണെങ്കിലും ഇത് തിരുത്താൻ വേണ്ടിയും പിൻവലിക്കാൻ വേണ്ടിയും പലർക്കും പരാതി കൊടുക്കുകയാണ് ചെയ്തത്. അത് തിരുത്തിയത് കൃത്യം അറിഞ്ഞിട്ടും ഇങ്ങനൊരു വിവരക്കേട് കാണിച്ചു വെച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല, എവിടെയും ലേഖനം എഴുതിയിട്ടില്ല, പുസ്തകം ഇറക്കിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് ചെയ്യേണ്ടി വന്നു? തെറ്റാണെന്ന് അംഗീകരിച്ച് തിരുത്തിയിട്ട് പോലും അത് പഠിപ്പിക്കാൻ മനസ്സാകാതെ സ്റ്റോക്ക് തീരുന്നവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന് ഇതിൻ്റെ 10 രൂപ ലാഭത്തിന് വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്ന അത്രയ്ക്കും വേദനിപ്പിക്കുന്ന രംഗം കണ്ടപ്പോഴാണ് പല വിശ്വാസികളും ഇടപെട്ട് തങ്ങളുടെ ഇടവകപ്പള്ളിയിലെ സൺഡേ സ്കൂളിൽ പുതിയത് തന്നെ പഠിപ്പിക്കണമെന്ന് ശാഠ്യം പിടിക്കണം എന്ന് പറഞ്ഞ് വിശ്വാസികളെ ഒന്ന് ഉണർത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒരിക്കലും സഭയെ ദ്രോഹിക്കുകയല്ല എൻ്റെ ലക്ഷ്യം. സഭയുടെ വക്താവിനെ പോലെയാണ് പലപ്പോഴും നിലപാടെടുക്കുന്നത്. എന്നാലും ഒറ്റുകാശ് വാങ്ങിയുള്ള ഒറ്റുപണിക്ക് എങ്ങനെ കൂട്ടു നിൽക്കാൻ പറ്റും? അതുകൊണ്ട് ഞാൻ വിമർശിച്ച് ഈ വീഡിയോ ചെയ്യേണ്ടി വന്നു. എന്തെങ്കിലും വൃത്തികേടിനോ തെറ്റിനോ ഒരു മെത്രാനെയോ ഒരു അച്ഛനെയോ ഒരു വിശ്വാസി വിമർശിച്ചു എന്നറിഞ്ഞാൽ ഇത് ഫേക്കാണ്, വെറുതെ പടച്ചുവിട്ടതാണ് എന്നാക്ഷേപിച്ച് അവഗണിക്കുന്ന വളരെ സഭാസ്നേഹികളുണ്ട്. അവരെ എനിക്ക് മൊണ്ണ വിശ്വാസികളെന്നേ വിളിക്കാൻ പറ്റുള്ളൂ. സഭാസ്നേഹം മൂത്തിട്ട് വളരെ ശുദ്ധ പൊട്ടന്മാരെ പോലെ ജീവിക്കുന്ന ദുരവസ്ഥ, എത്രയോ അധപ്പതിച്ചൊരവസ്ഥയാണിത്. മറ്റൊരാളുടെ വിമർശനം, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിച്ച് നാട് കടത്താൻ വേണ്ടി BJP-ക്കാരുടെയും RSS-കാരുടെയും കാശ് മേടിച്ചിട്ട് ഞാൻ പടച്ചു വിടുന്നതാണ്, ഇങ്ങനെയൊന്നും ഇല്ല എന്ന്. ഇങ്ങനെയൊന്നും സഭയെ ചതിച്ചുകൊണ്ട് ആരും പുസ്തകം ഇറക്കില്ല എന്ന് ഉറച്ച വിശ്വാസമാണ് വിശ്വാസികൾക്ക്. മറ്റൊരു മതത്തെക്കുറിച്ച് അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുമോ എന്ന് പറഞ്ഞാണ് ഇത് വ്യാജമായി ഉണ്ടാക്കിയ വീഡിയോയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. അതെ, ഒരിക്കലും ആരും മറ്റൊരു മതത്തെക്കുറിച്ച് സ്വന്തം മതത്തിൽ ഇങ്ങനെ പഠിപ്പിക്കില്ല. ആ സ്ഥിതിയിൽ ഇങ്ങനെ പഠിപ്പിച്ചുവെങ്കിൽ എത്ര വലിയ തെറ്റാണ്, എത്ര കൊടിയ വഞ്ചനയാണ് എന്ന് അയാളുടെ ഉള്ളിൽ അറിയാം അല്ലേ? അങ്ങനെ പഠിപ്പിച്ചുള്ള സ്ഥിതി എത്ര ഗൗരവമാണ് എന്നതല്ലേ ആ പ്രതികരണത്തിൻ്റെ അർത്ഥം. അതെ, അത് സംഭവിച്ചു. ആ ഒറ്റുപടി നടന്നു, സംഭവിച്ചു. തെളിവടക്കം പച്ചയ്ക്കെല്ലാം അവതരിപ്പിച്ചാൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത മൊണ്ണ വിശ്വാസികൾ എന്നല്ലാതെ എന്ത് പറയാനാ? ഇവർ ആരാധിക്കുന്നത് ദൈവത്തെയാണോ അച്ഛന്മാരെയാണോ? പ്രിയപ്പെട്ടവരെ, സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ഇത്തരം ഒറ്റുപണികൾ ചെയ്യുന്നവരെ തിരിച്ചറിയാൻ വിശ്വാസികളെ പ്രബോധിപ്പിക്കുക എന്നത് ഒരു വിശ്വാസി എന്ന നിലയിൽ എൻ്റെ കടമ കൂടിയാണ്. അത് ഞാൻ ചെയ്യുന്നത്. അത് സഭയെ മൊത്തത്തിൽ വിമർശിക്കലല്ല, മെത്രാന്മാരെ ആക്ഷേപിക്കലല്ല, സഭാവിരുദ്ധനല്ല. എത്രയോ വർഷങ്ങളായി പള്ളികളിൽ സെമിനാർ ക്ലാസ് എടുക്കാനും ധ്യാന പ്രസംഗത്തിനൊക്കെ പോകുന്ന ഞാൻ സഭാവിരുദ്ധനാണോ? എറണാകുളം രൂപതയിലെ കലഹവുമായി ബന്ധപ്പെട്ട് പാമ്പ്ലാനി പിതാവിനെ ലക്ഷ്യമിട്ട് സൈബർ ആക്രമണവും പിതാവിനെ മുറിയിൽ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവനും ബുദ്ധിമുട്ടിച്ചതും ഒക്കെ കണ്ടപ്പോൾ മെത്രാന്മാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. എത്രയോ അച്ഛന്മാരുടെ നന്മ പറഞ്ഞുകൊണ്ട് അച്ഛന്മാർക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രാങ്കോ പിതാവിന് വേണ്ടി ചെയ്തത്. ഫ്രാങ്കോ ബിഷപ്പ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന നാളുകളിൽ സഭയിൽ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല.
ആൾക്കൂട്ടത്തല്ല് പോലെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ആ നാളുകളിൽ 13 തവണ റേപ്പ് ചെയ്തതെന്നൊക്കെ ആരോപണമൊക്കെ കെട്ടിച്ചമച്ചതാകാൻ സാധ്യതയുണ്ട് എന്നൊരു അഭിപ്രായം പറയാൻ പോലും ആരും, ഒരച്ഛനോ ഒരു വചനപ്രഘോഷണോ ആരും രംഗത്ത് വരാത്ത സ്ഥിതിയിൽ എല്ലാവരും ഞെട്ടിത്തെരിച്ച, എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ഈ വൃത്തികേടിന് കൂട്ടു നിൽക്കുന്നു എന്ന് ആരോപിക്കപ്പെടും എന്ന ധാരണയിൽ എല്ലാവരും വിളിച്ചിരുന്ന സമയത്ത് ഞാൻ പരസ്യമായി രംഗത്ത് വന്നു. ഒരു അന്വേഷണ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി മാധ്യമങ്ങൾക്ക് കൊടുത്തു. ദീപികയിൽ അത് പ്രസിദ്ധീകരിച്ചു. അത് ലീഫ്ലെറ്റായി പ്രിന്റ് ചെയ്ത് നിരവധി പള്ളികളിൽ വിതരണം ചെയ്തു. ഇത്ര നികൃഷ്ടനായ ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ച് എല്ലാവരെയും ആക്ഷേപിക്കപ്പെടുകയായിരുന്നു ഞാൻ. സഭയെ, കത്തോലിക്ക സഭയെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ചില ദുഷ്ടസംഘത്തിൻ്റെ നീക്കം ഇതിന് പിന്നിലുണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ സഭയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങുകയാണ് ചെയ്തത്. ഞാൻ അവിടെ കൊണ്ടുവന്ന എല്ലാ വാദഗതികളും ശരിയാണെന്ന് കോടതി വിധി തെളിയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ക്രിസ്ത്യൻ യൂട്യൂബ് ചാനലുകളോ ദീപികയോ ഒരു വ്യക്തിയോ സപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ഞാൻ കുതിച്ചു ചാടി രംഗത്തെത്തിയത് വളരെയേറെ ഞാൻ ആക്ഷേപം ഏറ്റുവാങ്ങിക്കൊണ്ടാണ്. ഇത് പള്ളി വിതരണം ചെയ്യാൻ വേണ്ടി അച്ഛന്മാരെ ഏൽപ്പിക്കാൻ ചെല്ലുമ്പോഴും ഈ അച്ഛന്മാർ പോലും എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ നിരവധി അച്ഛന്മാരും കന്യാസികളും എന്നെ വിളിച്ചു, ഈ ധൈര്യം എവിടുന്ന്, ഇതുപോലെ വേണം ധൈര്യം, ഇതുപോലെ കാര്യം പറയാൻ ധൈര്യം ഉണ്ടാവണമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഒരു സഭാവിരുദ്ധനായി എന്നെ ചാപ്പ കുത്തരുത്. സഭയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവനായി എൻ്റെ ശബ്ദത്തെ നിങ്ങൾ കാണണം. എന്നാൽ ഇത്തരം ഒറ്റവിണി ചെയ്യുന്നവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. അവരെ തുറന്ന് കാണിക്കണം, അവരെ തിരുത്താൻ നടപടി ഉണ്ടാകണം. അതിനുവേണ്ടി നാം പരിശ്രമിക്കണം. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതൊന്ന് കാണുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. എല്ലാത്തിനും ഞാൻ മറുപടി തരും. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം. ഓക്കെ.